മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന വിവാഹേതര ബന്ധമെന്ന ആരോപണത്തിന് സ്ഥിരീകരണം നൽകുകയും ടി വി തോമസ്, കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ നേതാക്കന്മാർക്കെതിരെ സഭ്യതര പരാമർശം നടത്തുകയും ചെയ്തതോടെയാണ് സർക്കാർ ചീഫ് പി സി ജോർജ് മുന്നണിയിലും സ്വന്തം പാർട്ടിയിലും ഒരുപോലെ ഒറ്റപ്പെട്ടത്. ജോർജിന്റേത് പാർട്ടി നിലപാടിൽ നിന്ന പ്രതികരണവുമായി ആ ദിവസങ്ങളിൽ രംഗത്ത് വന്ന ഫ്രാൻസിസ് ജോർജിനെതിരെ നടപടി കൂടിയേ തീരുവെന്ന പരാമർശത്തോടെ ഇന്ന് നിലപാട് കർക്കശമാക്കി. ഇത് അടിസ്ഥാനപരമായി ശ്രീ ജോർജ് തന്നെ സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച്, ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് പറയാനും പെരുമാറാനും അദ്ദേഹം തയ്യാറാകണം. അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതാണ്. കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു രീതിയിലും ആ സഹപ്രവർത്തകരെ അധിക്ഷേപിക്കുക. ഇപ്പൊ പറയുന്നത് കേട്ടല്ലോ, എനിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. രാജ്യസഭാ സീറ്റ് ഇതുവരെയൊക്കെ ആയിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇന്നലെ നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ ജോർജിനെ സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യമുയർന്നിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെയും കെ പി സി പ്രസിഡന്റിനെയും യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ ജനത, RSPB, JSS എന്നീ ഘടകകക്ഷികളും ജോർജിനെതിരെ നടപടി കൂടിയേ തീരുവെന്ന നിലപാടിലേക്ക് വന്നു കഴിഞ്ഞു. അതാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോർജ് വിരുദ്ധ ഭൂരിപക്ഷത്തിനെ ശക്തമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജോർജ് വിഷയം ചർച്ച ചെയ്യാൻ ഉടൻ യോഗം വിളിക്കണമെന്ന ആവശ്യം ഉയർന്നതോടെ മാണി വിഭാഗത്തിനകത്ത് ഇതൊരു അഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോർജിന്റെ കാര്യത്തിൽ നിലപാടെടുക്കാൻ KM മാണി നിർബന്ധിതനായിരിക്കുകയാണ്. ജോർജ് വിഷയത്തിൽ ബജറ്റ് അവതരണം തടസ്സപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ജോർജിനോട് സഭയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാൻ മാണിക്കുമേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മുന്നണിയിലും പാർട്ടിയിലും ജോർജ് വിഷയം വലിയ പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ KM മാണി ഇനി എന്ത് ചെയ്യുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.